ഞാൻ ഒരു യാത്ര പോവുകയായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ തിരിച്ച് ഒന്ന് തിരൂർ താനൂർ മേഖലയിൽ പോകേണ്ട ഒരാവശ്യമുണ്ടായിരുന്നു. ഞാൻ ഇനി പറയാൻ പോകുന്ന സംഭവം ഇത് നിങ്ങൾ കേൾക്കുന്നതിനേക്കാൾ ഉപരി എൻ്റെ മനസ്സിൽ തോന്നിയ, ഞാൻ ഒരു ആത്മാവിനോട് ചെയ്ത, എനിക്ക് അവർക്ക് നീതി കൊടുക്കാൻ, ആ കുട്ടിക്ക് നീതി കൊടുക്കാൻ പറ്റാത്ത ഒരു സങ്കടം മനസ്സിൽ നിന്ന് പോകട്ടെ എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ പറയുന്നത്. അന്ന് മലപ്പുറം ജില്ലയിലുള്ള ആ പോലീസ് സ്റ്റേഷനിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ രാവിലെ ഒരു കോൾ വന്നു. ഒരു കൊച്ചുകുട്ടി, 6 മാസം പ്രായമുള്ള ഒരു കുട്ടി, പെൺകുട്ടി, കിണറ്റിലെ പൊങ്ങിക്കിടക്കുന്നു, മരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ASI പാർട്ടിയാണ് ആദ്യം പോലും പുറകെ ഞാനും ചെന്നു. എന്ന് നോക്കിയപ്പം നമുക്ക് സങ്കടം തോന്നും. 6 മാസം പ്രായമുള്ള ഒരു പെൺകുട്ടി, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഒരു ചുവന്ന കുഞ്ഞ് ഒരു ഷഡ്ഡി പോലത്തെ മാത്രം ഇട്ടിട്ടുണ്ട്. പക്ഷേ മുഖത്ത് നോക്കിയാൽ അവൾ ചിരിച്ചുകൊണ്ട് കിടക്കുകയാണെന്നേ തോന്നുള്ളൂ. ഈ ലോകത്തുള്ള മുഴുവൻ സൗന്ദര്യം കൂടെ അരച്ച് ചേർത്ത് ചാലിച്ച് ദൈവം സൃഷ്ടിച്ച പോലെ ഒരു പെൺകുട്ടി, പക്ഷെ പൊങ്ങിക്കിടക്കണം. അവളെ പൊക്കി പുറത്തെടുത്തപ്പോഴത്തേക്ക് വയറൽപ്പം ഒന്ന് സാധാരണ കവിഞ്ഞ് വീർത്തിട്ടുണ്ട്, നല്ല നിറമൊക്കെ ഉള്ള ഒരു കുട്ടി. അപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം എനിക്ക് സാധാരണ അങ്ങനെ തോന്നാത്തതാണ്, ദൈവം ഇതിനെ കൊണ്ട് പോയി ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് എഴുതി പോസ്റ്റ്മോർട്ടം ചെയ്യണമല്ലോ, പക്ഷെ നമ്മുടെ ജോലിയല്ലേ. അവിടെ പോയിന്ന് അവിടെ ഇൻക്വസ്റ്റ് ഒക്കെ എഴുതി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. അയച്ചു കഴിഞ്ഞ് ഞങ്ങൾ കേസ് അന്വേഷിക്കാൻ തുടങ്ങി. 6 മാസം പ്രായമുള്ളൊരു കുട്ടിക്ക് നടന്നു പോയി കിണറ്റിൽ ചാടാൻ പറ്റത്തില്ല. അപ്പോൾ ആരെങ്കിലും പൊക്കി ഇടണം. കേസ് അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ആരെങ്കിലും അകത്ത് പ്രവേശിച്ചിട്ടുണ്ടോ, വാതിൽ അല്ലെ വീടിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഭേദിച്ചകത്ത് കയറിയിട്ടുണ്ടോ, ഓട് പൊളിച്ചിട്ടുണ്ടോ ഒക്കെ നോക്കി. ഓടെല്ലാം ഇൻടാക്ട്, അവിടെയെങ്കിലും ഒരു മണ്ണ് പോലുമില്ല, അതേപോലെ തന്നെ കിടക്കും. വാതിലെല്ലാം രാത്രി അടച്ചിട്ടാണ് കിടന്നത്. ആരും വാതിൽ ആർക്കും തുറന്നു കൊടുത്തിട്ടില്ല. അത് ഞാൻ സ്റ്റേറ്റ്മെൻറ്റോടെ ഉറപ്പുവരുത്തി. അപ്പോൾ കുറച്ച് അന്വേഷണം അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ അടുത്ത ഒരു വിവരം കിട്ടുന്നു. ഈ വീട്ടിൽ തന്നെ 2 വർഷം മുമ്പ്, ഇത് നബിദിനത്തിൻ്റെ തലേ ദിവസമാണ് ഇപ്പം ഈ കുട്ടി മരിച്ചിരിക്കുന്നത്. 2 വർഷം മുമ്പ് ഇതേ കിണറ്റിൽ ആ വീട്ടിലെ ഈ കുട്ടിയുടെ മൂത്ത കുട്ടിയെ, ആൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടിട്ടുണ്ട്. അന്നതൊരു അസ്വാഭാവിക മരണത്തിൻ്റെ രീതിയിൽ അന്വേഷിച്ചു. അത് പോലീസ് ഡിസ്പോസ് ചെയ്തു, അൺനാച്ചുറൽ ഡെത്തായിട്ട്. പക്ഷെ ഇപ്പോൾ ഇങ്ങനൊരു സംഭവം കൂടെ വരുമ്പോൾ അത് അൺനാച്ചുറൽ അല്ലല്ലോ. വീട്ടിലാരും പ്രവേശിച്ചിട്ടില്ല. നമ്മൾ അങ്ങനെയാണ് ഈ കേസിൻ്റെ അന്വേഷണം കൊണ്ടുപോകുന്നത്. വീട്ടിലാരും പുറത്തുനിന്ന് വന്ന് പ്രവേശിച്ചിട്ടില്ല. അത് വീട്ടിലെല്ലാവരും കൃത്യമായി പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഈ കുട്ടിയെ ആരോ എടുത്തു കൊണ്ടുവന്ന് മനഃപൂർവ്വം വെള്ളത്തിലിട്ടതാണ്. വീട്ടിലെ അമ്മയുടെ കൂടെ കിടന്നുറങ്ങിയ കുട്ടിയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ രാത്രി ചൂടൊക്കെ ആയതുകൊണ്ടായിരിക്കും അവിടെ പിന്നെ അമ്മ കെട്ടിപ്പിടിച്ച് കൂടെ കിടന്നു ഈ ഡ്രസ്സിലുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ ആ ഫയൽ എടുത്തു കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് വേറെ പരിക്കൊന്നുമില്ല. അപ്പോൾ ആരോ ഇനി കുട്ടിയുള്ള ഇട്ട ഒരു അവസ്ഥയാകാം, അല്ലെങ്കിൽ ആ കുട്ടി തനിയെ കളിക്കുമ്പോൾ വീണതാവും. ഈ സംഭവം കൂടെ കണക്ട് ചെയ്യുമ്പോൾ അന്നത്തെ സംഭവത്തിൻ്റെ പ്രാധാന്യം വരും. കാരണം ഇതേ ദിവസം 2 വർഷം മുമ്പ് ഒരു ഡെത്ത് ഉണ്ടായിരിക്കുന്നത് ഈ കിണറ്റിൽ തന്നെയാണ്. അപ്പോൾ ഇത് തമ്മിലൊരു ബന്ധമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരുടെയും സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ, അപ്പോൾ ഈ കുട്ടിയുടെ പിതാവ് സ്ഥലത്തില്ല, പുള്ളി വിദേശത്താണ്, പുള്ളി വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ മൊഴിയെടുത്തു. അന്ന് രാത്രി ആ വീട്ടിലുണ്ടായിരുന്ന ഇയാളുടെ ഇളയ സഹോദരൻ, അയാളുടെ മൊഴിയെടുത്തു. അപ്പോൾ ഞങ്ങളിങ്ങനെ അന്വേഷിച്ചപ്പം ഈ 5 പേരാണ് അന്നത്തെ ദിവസം ഈ മരിച്ച വീട്ടിൽ ഉണ്ടായിരുന്നത്. അതിൽ ഈ 2 മരണത്തിലും ആ വീട്ടിലുള്ളത് 2 പേരാണ്. ഒന്ന് ഈ കുട്ടിയുടെ പിതാവിൻ്റെ ബാപ്പയും ഈ കുട്ടിയുടെ ഉമ്മയും. മറ്റേ പിതാവിൻ്റെ ഉമ്മയും ബ്രദറും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ആദ്യത്തെ മരണത്തിൻ്റെ ദിവസം അവിടെ ഇല്ലായിരുന്നു.
അപ്പൊ അതുകൊണ്ട് അന്വേഷണം പ്രഥമമായിട്ട് കേന്ദ്രീകരിച്ചത് ഈ രണ്ട് പേരിലാണ്. ഈ കുട്ടിയുടെ അമ്മയുടെ മൊഴിയെടുത്തു. അമ്മയുടെയൊക്കെ മൊഴിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ്. കാരണം ആ പിന്നെ തകർന്ന് തരിപ്പണമായി പോയിരിക്കുകയാണ്. ഒരു ജീവിതത്തിലെ അവരുടെ ഏക സമ്പാദ്യമായ നമ്മൾ കരുതുന്ന രണ്ട് പ്രധാനപ്പെട്ട നിധി പോലെയുള്ള രണ്ട് മക്കൾ 2 വർഷത്തിനിടയിൽ ഒരേ സ്ഥലത്ത് കൊല്ലപ്പെടുകയാണ്. അപ്പോൾ ആ സ്ത്രീയുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതാണ്. പക്ഷെ അത് പലരും മുതലെടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ സ്ത്രീ മാനസിക രോഗിയാണെന്നും അവര് ചെയ്തതായിരിക്കാൻ ഇടയുണ്ടെന്നും ഒരു ശ്രുതി അവിടെ ഇങ്ങനെ പടരാൻ തുടങ്ങി. അത് വീട്ടുകാരും സംസാരിക്കുന്നുണ്ട്. ഈ സ്ത്രീയെ കേൾക്കാതെ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ അവർ ഞങ്ങളങ്ങനെ പറയില്ല, പക്ഷെ ഒരു സംശയമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ സ്ത്രീ എപ്പോഴെങ്കിലും സ്വാഭാവികമല്ലാത്ത എന്തെങ്കിലും കാര്യം ചെയ്ത് നിങ്ങൾക്ക് പറയാനുണ്ടോ? അതൊന്നും പറയാനില്ല. ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് മിണ്ടാതിരിക്കും. ഞാൻ പറഞ്ഞു മിണ്ടാതിരിക്കുന്നത് സ്വാഭാവികമാണ്, മനുഷ്യരെ ഇടയ്ക്ക് മിണ്ടാതിരിക്കും, ചിലപ്പോൾ മിണ്ടും, അത് പറയണ്ട. അപ്പൊ ഇതിനകത്ത് ഈ പെൺകുട്ടിയുടെ ബന്ധുക്കളും അവരുടെ ആളുകളും ഒക്കെ ഒന്ന് പറഞ്ഞിട്ട് ഹിപ്നോട്ടൈസ് ചെയ്യണം ഈ സ്ത്രീയെ, എങ്കിൽ കാര്യങ്ങൾ വെളിവാകും. ഞാൻ പറഞ്ഞു അതൊന്നും ശരിയായ പോംവഴിയല്ല. ശാസ്ത്രീയമായ മാർഗത്തിലൂടെ നമ്മൾ അന്വേഷിച്ച് ചെന്ന് കേസിന്റെ കൺക്ലൂഷനിലേക്ക് എത്തുക, ഇതാണ് ചെയ്യാനുള്ളത്. എന്നാലും എല്ലാവരും കൂടെ നിർബന്ധിച്ചു, കുട്ടിയുടെ വീട്ടുകാരും ഒക്കെ കൂടെ നിർബന്ധിച്ചപ്പം മഞ്ചേരിയിലെ ഗസ്റ്റ് ഹൗസിലാണെന്ന് തോന്നുന്നു, TBയിൽ, അവിടെ ആ പ്രദേശത്തുള്ള ഒരാള് നമ്മുടെ ഒരു മേലുദ്യോഗസ്ഥൻ കൂടെ റെക്കമെൻഡ് ചെയ്തിട്ടാണ് അത് ചെയ്തത്. അതൊരു ഫൂളറിയാണെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയത്. അയാള് ഇതൊന്നും ചെയ്യാൻ പ്രാപ്തനല്ല എന്ന് അയാളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അയാളൊരു ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ് നിന്നത്. എന്നാലും അതിനകത്ത് ഒരു പ്രത്യേക കണ്ടീഷനിൽ ഇവരെ കിടത്തി ഉറങ്ങും എന്നും പറഞ്ഞ് ഇവരെ ഉറക്കി. അതിനുശേഷം ഈ സംഭവ കേസിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ തലേ ദിവസം എത്ര മണിക്ക് കിടന്നു, എങ്ങനെയാണ് കുട്ടിയോടുള്ള സ്നേഹം, എങ്ങനെയാണ്, ഇതൊക്കെ ഇവർ പറയാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ഈ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങൾ ശരിക്കും ഉറങ്ങിപ്പോയായിരുന്നാണ് ചോദിച്ചു. പറഞ്ഞില്ല സാറേ, ഞാൻ ഉറങ്ങിയില്ല. നിങ്ങൾ സംസാരിക്കുന്നതും വനിതാ പോലീസ് സംസാരിക്കുന്നതൊക്കെ ഞാൻ കെട്ടിടക്കരുത്. അപ്പം ഞാൻ ചോദിച്ചത് ഉറങ്ങുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഉറങ്ങിയതുപോലെ കാണിച്ചതാണ്. ശരിക്കും ഞാൻ ഉറങ്ങിയിട്ടില്ല. അപ്പം അതുപോലെ അതിനിടയ്ക്ക് അവർ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. സാറേ, 2 മക്കൾ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഞാൻ എന്നെ ഭ്രാന്തിയാക്കി ഇതിനകത്ത് കൊലപാതകയാക്കാനാണോ എല്ലാവരും കൂടെ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി ഇരിക്കാം. പറഞ്ഞു, എന്നെ ജയിലിൽ കൊണ്ടുപോയിട്ടോ തൂക്കിക്കൊല്ലുകയൊക്കെ ചെയ്തോളൂ. ഇനി ഞാൻ എന്തിനാ ജീവിക്കണേ? 2 മക്കൾ പോയില്ലേ? അതാണ് അവരുടെ ഒറിജിനൽ സങ്കടം, അതാണ് അവരുടെ മനസ്സ്. പിന്നെ ഇതിനകത്ത് ഈ സ്ത്രീയെ ഞങ്ങൾ വിശദമായി നിരീക്ഷിക്കാൻ തുടങ്ങി. ഓരോ ചോദ്യത്തിനും അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യണത്. കാരണം ഇവർക്ക് അസുഖമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചിട്ടപ്പെടുത്തേണ്ടത് ആവശ്യമായിരുന്നു. അസുഖമുണ്ടെങ്കിൽ അവരിതൊക്കെ ചെയ്യാൻ പ്രാപ്തിയാണ്. മരിച്ചുപോയ അമ്മയുടെ അതിഭീകരമായ ദുഃഖം ചോദിക്കുമ്പോഴൊക്കെ അണപൊട്ടി ഒഴുകുന്നതല്ലാതെ ഒന്നും ഞങ്ങൾക്ക് അവർ ചോദ്യം ചെയ്യൽ അസാധ്യമായി തീർന്നു. കാരണം നമ്മളൊക്കെ മനുഷ്യരിലെ മരിച്ചുപോയ കുട്ടിയെപ്പറ്റി ഓർമ്മകൾ വെച്ചിട്ട് നമ്മളിങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കുമ്പം അവർ ഓരോ ചോദ്യത്തിനും കരയാൻ തുടങ്ങി. തൽക്കാലം ഞങ്ങൾ അവർക്ക് അവധി കൊടുത്തിട്ട് ഇവരുടെ വാപ്പയെ വിളിച്ചു. ആദ്യം മുതൽ വളരെ വികാരമൊന്നും പ്രകടിപ്പിക്കാതെ പുള്ളി ഈ കേസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇങ്ങനെ പറയാൻ തുടങ്ങി. ആദ്യത്തെ കേസിനെ പറ്റി പറഞ്ഞു, രണ്ടാമത്തെ കേസിനെ പറ്റി, ഈ കേസിനെ പറ്റിയും പറഞ്ഞു. ദിവസങ്ങൾ നീണ്ട ചോദ്യത്തിനിടയിൽ ഒറ്റ ചോദ്യം, അത് ആ കേസിനെ മൊത്തം മാറ്റിമറിക്കുന്നതായിരുന്നു. രാത്രി എത്ര മണിക്കാണ് താങ്കൾ എണീറ്റ് പുറത്തു പോയത് എന്ന് ചോദിച്ചു. ഇയാള് ഈ കുറേ ദിവസമായിട്ട് ചോദിച്ചു വരുമ്പോൾ നമ്മളും ഇവരുടെ ആ ഒരു ഈ ജാഗ്രത കുറയും. രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ ജാഗ്രത കുറവല്ല. ഇവർ നമ്മളുമായിട്ട് അടുപ്പത്തിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടും പറഞ്ഞും ഒരേ ചോദ്യങ്ങൾ തന്നെയാണ്. ഈ ചോദ്യം ഞങ്ങൾ ഏറ്റവും അവസാനം ചോദിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ആരോ പുറത്തുപോയി കുട്ടിയെ കൊണ്ട് ഇട്ടതാണെന്ന് ഉറപ്പ് വരുത്തി. കുറേ ചോദ്യം ചെയ്ത് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ എഴുത്തിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ.
ഇപ്പൊ ഞങ്ങള് ആ ദിവസം ഈ ചോദ്യം ഇട്ടപ്പോ പുള്ളിക്കൊരു തോന്നല്, രാത്രി ഇയാൾ പുറത്തു പോയത് ഞങ്ങൾ എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ടോ. ആ ചോദ്യത്തില് അയാൾ പറഞ്ഞു, ഉദ്ദേശം ഒരു 3 മണിയായപ്പം ഞാൻ പുറത്തു പോയിരുന്നു. രണ്ടാമത്തെ ചോദ്യം അത് ചോദിച്ചു കഴിയുമ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും മുഖത്തിൽ പ്രത്യേക ഭാവം വന്നു. അപ്പൊ രണ്ടാമത്തെ ചോദ്യം, വേറെ ആരെങ്കിലും അന്ന് പുറത്തു പോയിട്ടുണ്ടോ? എനിക്കറിയില്ല. അതാണ് മറുപടി. ആ നിങ്ങളുടെ ഭാര്യ പുറത്തു പോയിട്ടുണ്ടോ? അയാൾ അത് തീർത്ത് പറഞ്ഞു, ഇല്ല. പിന്നെ ഇളയ മകൻ രാത്രി ഒത്തിരി വൈകിയാണ് വന്നത്. അയാൾ വാതിലടച്ച് കിടന്നിട്ട് പിന്നെ പുറത്തുള്ള വേറൊരു മുറിയില്ല. അയാൾക്ക് ഈ മുറിയിലോട്ട് പ്രവേശിക്കാൻ പറ്റില്ല, പുറത്തെ വശത്താണ്. അപ്പൊ അയാളല്ല. പിന്നെ രാത്രി പുറത്തുപോയ ഒരേ ഒരാൾ ഇയാൾ മാത്രമാണ്. ഞങ്ങള് ഈ ആളിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധ കൂടുതൽ ക്ഷണിച്ചത്, ഇയാളെ പറ്റി പുറത്ത് അന്വേഷിക്കുമ്പം ഇയാൾ ഇടയ്ക്കിടെ ഈ മന്ത്രവാദികളെയും ഒക്കെ സന്ദർശിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു എന്നുള്ള ഒരു വിവരം കിട്ടിയായിരുന്നു. അതാണ് ഇദ്ദേഹത്തിലേക്ക് ഞങ്ങളുടെ അന്വേഷണം കൂടുതലായി തിരിയാൻ കാരണം. കാരണം ബാക്കി മേഖലകളിലെല്ലാം ശാന്തമായിരിക്കെ, അവരൊന്നും അല്ലാതെ ഉറപ്പുവരുത്തിരിക്കെ, പിന്നെ ഈ സ്വഭാവമുള്ള ഒരാൾ എന്തെങ്കിലും അന്ധവിശ്വാസം വെച്ച് ഇത് ചെയ്തതാണോ എന്നൊരു സംശയം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അയാളെ സംശയിക്കാൻ ഇടയായത്. അമ്മയുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോൾ ഇയാൾ വന്ന് 3 മണിയോട് അടുത്ത സമയത്താണെന്ന് തോന്നുന്നു, വന്ന് വാതിക്കൽ വന്നിട്ട്, മോളെ നീ ഉറങ്ങുകയാണെന്ന് ചോദിച്ചെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞ് ഉറക്കമാണ്, ഇടയ്ക്കിടയ്ക്ക് ഉണരുന്നുണ്ട് എന്ന് മാത്രം സ്ത്രീ പറഞ്ഞു. അപ്പൊ ഈ കുട്ടിയുടെ അമ്മ ഉറങ്ങുകയാണോ എന്നറിയാനാണ് അദ്ദേഹം പോയി ചോദിച്ചത്. ഈ കേസിൽ നിന്നിന്റെ ഇത്രയും സമയത്തുള്ള അന്വേഷണത്തിൽ നിന്നും സാമാന്യ ബുദ്ധിയുള്ള നിങ്ങൾക്ക് ഇതിനകത്ത് ഇത് ചെയ്തിരിക്കാൻ സാധ്യതയുള്ള ആളെ മനസ്സിലായി കാണില്ലേ? ഏത് മനുഷ്യർക്കും മനസ്സിലാകുന്നത് പോലെ. പക്ഷെ ഞങ്ങൾ ഇതിൽ യഥാർത്ഥ പ്രതിയിലേക്ക് എത്താൻ തുടങ്ങി എന്ന് ഞങ്ങൾ ഇവരുടെ വീട്ടുകാരെ ബോധ്യപ്പെടുത്തി. അതായത് ഈ പെൺകുട്ടിയുടെ വാപ്പയെയും അയാളുടെ സഹോദരന്മാർ 2 പേരെയും അവരുടെ കല്യാണം കഴിപ്പിച്ച് അയച്ച സഹോദരിമാരെയും ഇവരെയും ഉമ്മയെയും ബോധ്യപ്പെടുത്തി. അവിടെ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ഈ മനുഷ്യന്റെ ഭാര്യയ്ക്ക് ഈ സംഭവം പറഞ്ഞിട്ട് യാതൊരു ഭാവഭേദവും ഇല്ലായിരുന്നു. സ്വാഭാവികമായിട്ട് അയ്യോ അങ്ങനെയാണോ, പുള്ളിയാണോ ചെയ്തതെന്ന് പറയുന്ന ഒരു ഭാവഭേദം പോലും കണ്ടില്ല. ഞാൻ അയാളെ വിളിച്ചു വരുത്തിയിട്ട് കാര്യമായി ഒന്ന് ചോദ്യം ചെയ്താലേ ഇത് പുറത്തു വരൂ. സാധാരണഗതിയിലുള്ള ലോഹ്യം ചോദിച്ച് അയാളുടെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് കോൺട്രഡിക്റ്റ് ചെയ്തിട്ടൊന്നും അയാൾ പറയത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അടുത്ത ഒരു ദിവസം അയാളോട് വരാൻ പറഞ്ഞു. അന്ന് എല്ലാ ദിവസവും ഇയാൾ വരുമ്പോൾ മക്കൾ കൂടെ വരും. ഞാൻ പറഞ്ഞു, മക്കളാരും കൂടെ വരണ്ട, പാപ്പയെ ഓട്ടോറിക്ഷയിൽ അയച്ചാൽ മതി. അപ്പോൾ എനിക്കുള്ളൊരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ അവിടെ നിന്ന് തിരിച്ച് തിരുവല്ലയ്ക്ക് ട്രാൻസ്ഫർ ആകാൻ ഉത്തരവ് വന്നിട്ടുണ്ട്. എനിക്ക് പിന്നെ 4-5 ദിവസമേ ഉള്ളൂ. അപ്പം ഞാൻ ഈ കേസ് വേണമെങ്കിൽ എനിക്ക് വിട്ടിട്ട് പോരാം അടുത്തയാളിനെ ഏൽപ്പിക്കാൻ. പക്ഷേ ആ കുഞ്ഞു മകളോട് ഈ കാണിച്ച ഒരാളെ പിടിക്കാതെ പോകാൻ മനസ്സനുവദിച്ചില്ല. ഞാൻ അതിൻ്റെ പുറകെ നിൽക്കാൻ തുടങ്ങി. പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഈ ആള് വന്ന്, ഞാൻ ചോദ്യം ചെയ്യാൻ വേണ്ടി വന്ന് സിയുടെ റൂമിൻ്റെ അകത്ത് കയറ്റി കസേരയിൽ ഇരിക്കണ്ടെന്ന് പറഞ്ഞു, അവിടെ നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ റൂമിൻ്റെ വാതിലടച്ചപ്പോഴേക്ക് പുറത്തൊരു ഓട്ടോറിക്ഷയിൽ ഇയാളുടെ 2 മക്കളും കൂടെ വന്ന് വാതിലെ കൊട്ടി. അപ്പം ഞാൻ ചോദിക്കാൻ തുടങ്ങണേയുള്ളൂ. അപ്പം ചോദ്യം സ്വാഭാവികമായിട്ട് പഴയതുപോലെ എന്താണ് ഇക്കാന്നൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യം ആയിരിക്കത്തില്ല. അതവർക്കറിയാം. കേസ് ഞാൻ പൊളിക്കും, കിട്ടും എന്നവർക്ക് ഉറപ്പുവരുത്തിയത് കൊണ്ടാണ് അവരന്ന് വന്നത്. വന്നിട്ട് വാതിലെ കൊട്ടി, സാർ തുറക്കണം, ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ടെന്നോ. എന്നിട്ട് പറഞ്ഞു, വാപ്പ അല്പനേരം ഓട്ടോറിക്ഷയിൽ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വിടരുത്, എനിക്ക് ചോദിക്കാനുണ്ടെന്നോ. വാപ്പ വണ്ടി കയറിയത് ഞങ്ങൾക്ക് അതൊക്കെ പറഞ്ഞു, സാറിനോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. സാറ് കൃത്യസ്ഥലത്ത് എത്തിയെന്നറിയാം. പക്ഷേ കണ്ടുപിടിച്ചു, കൊലപാതകയെ കണ്ടുപിടിച്ചെന്നൊന്നുമല്ല, ഇങ്ങനെ പറയാം, സാറ് കൃത്യസ്ഥലത്ത് എത്തിയെന്നറിയാം, നന്ദിയുണ്ട്. ഞങ്ങൾക്ക് ഈ ചോദ്യത്തിനൊരു ഉത്തരം കിട്ടാനുണ്ടായിരുന്നു. സാർ ദയവായിട്ട് ഈ കേസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ. നമ്മൾ അത് പറയാം, നിങ്ങളാരാ? ഇത് മരിച്ചിരിക്കുന്നത് സർക്കാരിൻ്റെ ആണ്, ഇത് ശരിക്കുള്ള അവകാശി ഈ കുട്ടിയുടെ. നിങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ ഈ സർക്കാരിൻ്റെ ഒരു കുട്ടിയാണ്, അന്വേഷിക്കാൻ ഞാൻ ചുമതലപ്പെട്ടവരാണ്, അതുകൊണ്ട് എനിക്ക് അന്വേഷിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞു, സാർ ഈ കേസിലേക്ക് എത്തുന്നത്
ഞങ്ങളുടെയൊക്കെ മൊഴി വെച്ചിട്ടല്ലേ. വാപ്പ അവിടെ രാത്രി എണീറ്റ് പുറത്തു വന്നു, വാപ്പ അവിടെ രാത്രി ഉണ്ടായിരുന്നു എന്നൊക്കെ ഞങ്ങൾ പറയുന്ന മൊഴി വെച്ചിട്ടല്ലേ സാറിന് ഈ കേസ് ഫ്രെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ തിരൂര് പോയി ഒരു വക്കീലിനെ കണ്ടു. സാറ് പറയുന്നത് പോലെ അന്നത്തെ ദിവസം വാപ്പ വീട്ടിലായിരുന്നു, ഞങ്ങളുടെ പെങ്ങളുടെ വീട്ടിലായിരുന്നു. ഈ രാത്രി വന്ന് ചോദിച്ചു എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ അമ്മയ്ക്ക് വെറുതെ തോന്നിയ ഒരു തോന്നലാണ്. ഈ കേസിനകത്തേക്ക് സാറിന് ഞങ്ങളുടെ വാപ്പയെ അറസ്റ്റ് ചെയ്താൽ ഞങ്ങൾ അതിന് പരാതിയും കൊണ്ടുപോകും. ഞങ്ങളുടെ കുടുംബനാഥനാണ്, അദ്ദേഹത്തെ കൊണ്ടുപോയി ജയിലിൽ അടച്ചിട്ട് ഞങ്ങൾക്കൊന്നും നേടാനില്ല. വന്ന നഷ്ടങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് വാപ്പയെ തന്നേക്കണം. ഞാൻ പറഞ്ഞു, എനിക്ക് ചോദ്യം ചെയ്യൽ സ്റ്റേറ്റ്മെന്റെങ്കിലും എടുക്കാൻ ഞാൻ വിടത്തില്ലെന്ന്. ഞങ്ങൾ പുറത്തിരിക്കും സാർ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വല്ലാത്ത സിറ്റുവേഷൻ ഇയാളോട്. ഞാൻ അയാളെ ഒരുപാട് ആ കിട്ടിയ സമയം കൊണ്ട് ആരോ പുറത്തുനിന്ന് പറഞ്ഞു, ഒരു കാരണവശാലും ഇത് ചോദിച്ചാൽ സമ്മതിക്കണ്ട, കരഞ്ഞു കാണിച്ചാൽ മതി. ഞാൻ ചോദിച്ചു, ഭയങ്കര ഭാവാഭിനയം പുള്ളി, ചോദിക്കുമ്പോഴൊക്കെ കരച്ചില്, കുട്ടി മരിച്ചു പോലെ ഞങ്ങളുടെ അല്ലേ എന്നൊക്കെ പറഞ്ഞ് കരച്ചില്. അപ്പൊ എനിക്ക് മനസ്സിലായ കേസ് അവർ പൊളിച്ചത്. ഞാൻ പൊരുന്നതിന് മുമ്പ് എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു കാര്യം ആ കേസ് ക്രൈംബ്രാഞ്ചിന് അന്വേഷിക്കാൻ ഏൽപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. വളരെ സങ്കടത്തോടുകൂടി ഒരു കുഞ്ഞു കൊച്ചിൻ്റെ അന്വേഷണം അവിടം വരെ എത്തിയിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പ്രകൃതി ദൈവം ഞങ്ങളെ മാറ്റിക്കളഞ്ഞെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ കുട്ടിയുടെ ആത്മാവിനോട് മാപ്പ് പറയാൻ മാത്രമേ പറ്റുള്ളൂ. ഇത് പറഞ്ഞില്ലെങ്കിൽ ഇതിങ്ങനെ മനസ്സിൽ കിടക്കും. എപ്പോൾ കേസന്വേഷണത്തെ പറ്റി പറയുമ്പോഴും പറ്റിപ്പോയ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരോ ആർക്ക് എന്തൊക്കെയോ കാരണങ്ങളല്ലേ, അന്ധവിശ്വാസത്താലാണോ, ഇതിന്റെ കാരണമെങ്കിലും എനിക്കൊന്ന് കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നു. ആരാണ് ചെയ്തതെങ്കിലും എന്തുകൊണ്ട് ഇത് ചെയ്തു. പക്ഷെ ആ തലത്തിൽ പോലും എത്താൻ പറ്റിയില്ല. ഒരു വലിയ സങ്കടമായി. എപ്പോ അതിനുശേഷം അവിടെ നിന്ന് പാസ് ചെയ്ത് പോകുമ്പോഴും ആ പ്രദേശത്തൂടെ വാഹനം ഉരുളുമ്പോൾ ഈ കുട്ടിയുടെ മുഖം ഓർമ്മിക്കാതിരിക്കാൻ പറ്റില്ല. അവളോട് മാപ്പ് പറയാൻ മാത്രമേ എനിക്ക് പറ്റിയിട്ടുള്ളൂ.